വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇന്നല്ല ശരിക്കും നാളെ ഫ്രൈഡേ നമ്മളെ ഫ്രണ്ട് ശില്പേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ വ്യാഴാഴ്ച വൈകിട്ട് റാസൽ ഖൈമ ദുബായിൽ വെച്ചിട്ടാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ട്രഷർ ഹണ്ടും അങ്ങനെ കുറച്ച് സർപ്രൈസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലിതിൻ്റെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏട്ടനുണ്ട്, ഞാനുണ്ട്, രവതി, സനോജ്, സജിത്ത്, നാര്യം. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ലിതിനും ഭാവനയും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ലിതിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലാറ്റിലെത്തിയതിന് ശേഷം നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സജിത്തും സനോജും കൂടെ ശില്പനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ആ സമയം കൊണ്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് ട്രഷർ ഹണ്ടിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ കുറച്ച് ക്യാൻഡിലൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അവിടെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി നമുക്ക് ശില്പനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ വരുമ്പോഴേക്ക് ലേറ്റ്, പിന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനും എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുത്തതുകൊണ്ട് ആ ക്ലിപ്സൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ ഒന്നാമത്തെ വീഡിയോ കുറച്ചധികം ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മളത് എല്ലാം സെറ്റ് ചെയ്തിട്ട് പാർട്ടി പോപ്പൊക്കെ എൻ്റെയും ലിതിൻ്റെയും കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശില്പ വന്നിട്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു 10-13 ഗിഫ്റ്റ് എല്ലാവരും കൂടെയുള്ള ഗിഫ്റ്റ് ഇവിടെ പാക്ക് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലൂവും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അത് വായിച്ചിട്ട് അവർ അത് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഗെയിം. എന്താ പറഞ്ഞ അതിനിത് കൊടുത്തില്ല. സ്ക്വയർ ബോക്സിനകത്ത് നമ്മുടെ clean your clothes in quite a flash, open my door. What does that mean? അതാണ് ചോദിച്ചത്. ഹിന്ദി പഠിക്കേ. മനസ്സിലായോ? തുണി കഴുകുന്ന എന്തിനാണ് അവിടെ ഉണ്ടാവും. തുണിയൊക്കെ വാഷ് ചെയ്യുന്നത് ക്യാമറക്കാരൻ വൈമാറത്തില്ലോ. വേറെ തന്നെയല്ലേ ചേട്ടാ? ലൈറ്റ് ഡു ഗ്ലോ. പ്രേ ചെയ്യുന്നിടത്ത് പ്രാർത്ഥിക്കുന്ന സ്ഥലം. Where you pray and light do glow. So smart, eh? Your friend's black bag is a key. ബാഗ് ഈസ് എ കീയോ? അതേതാ? ഇത് വലിയ പണിയാണ്. Go to the place with open air. ഓക്കെ. I open and close. I am in every room opening. അപ്പുറത്ത് റൂം. ഇത്ര വലിയത് വേണ്ടായി. എമ്മി ഫുഡ് ഉണ്ടാക്കാം. ഷൂസ് ഗോസ്. ഷൂസ് എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ അത് വാഷിംഗ് ഏരിയയിലാണ്.
പില്ലോടെ പില്ല പില്ലി അല്ല പില്ലോ അല്ല ആ റൂമിലാവും. ഈ സുന്ദരി അവിടെ നിന്ന് ഒരുങ്ങി വരുന്നത്, അപ്പോൾ അത് അവിടെ തന്നെയായിരിക്കും. കബഡ് തുറന്നു നോക്ക്, ഡ്രോ തുറന്നു നോക്ക്. ആ golden അല്ല, ബിഗ് ആൻഡ് കോൾഡ്, കീപ് തിങ്സ് കോൾഡ് ആൻഡ് തിങ്സ് വരാം. അയച്ചോക്കെ എൻ്റെ ഉള്ള ഇത് ഓടി. അപ്പോൾ ഇതായിരുന്നു ശില്പേൻ്റെ ലാസ്റ്റ് ഗിഫ്റ്റ്. ഇതാണ് ശില്പേൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ശരിക്കും പറഞ്ഞാൽ ശില്പ ഫസ്റ്റ് ടൈം കാണുന്ന നമുക്ക് അവൾക്ക് ഔട്ട്ഫിറ്റ് കറക്റ്റായിരിക്കുമെന്നോ സൈസോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഔട്ട്ഫിറ്റ് നമ്മൾ എടുത്തു. അപ്പോൾ ശില്പയ്ക്ക് അത് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ഗേൾ റെഡിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ സെലക്ഷനും സൈസും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്ത് നമ്മൾ ഹോട്ടലിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു ശില്പേൻ്റെ ലാസ്റ്റ് സർപ്രൈസ് ബർത്ത്ഡേ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നമ്മൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഐബിസിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മൾ നോക്കിയപ്പോഴാണ് 2 മിടുക്കുകൾ റൈറ്റ് സൈഡൊന്നും എടുക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോഞ്ചിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ചധികം നേരം. കാരണം അവരുടെ റൂൾസ് അനുസരിച്ച് എല്ലാവർക്കും എമിറേറ്റ്സ് ഐ ഡി നമ്മൾ ഫിസിക്കലി വേണമായിരുന്നു. നമ്മളെ ഫോട്ടോസോ അല്ലെങ്കിൽ UAE പാസ് ഡൗൺലോഡ് ചെയ്തോ ഒന്നും മതിയാവില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറേ സംസാരിച്ചൊക്കെ അവർ സെറ്റ് ചെയ്തെടുത്ത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് അത്ര കോപ്പറേറ്റീവ് ഒന്നും അല്ലായിരുന്നു. അവർ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. എന്ത് ചെയ്യും, ഇനിയിപ്പോൾ റാസൽ കൈമ പോയി രേവതിൻ്റെ എമിറേറ്റ്സ് ഐ ഡി എടുക്കുക, അതൊന്നും അത്ര പോസിബിൾ അല്ലാത്തത് കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഫൈനലി സനോജ് എന്ത് സംസാരിച്ചാണെന്ന് അറിയില്ല, എങ്ങനെയായാലും ഒരു അവസരം ഓക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് റൂമിൻ്റെ കീ ഒക്കെ കിട്ടി. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി മറക്കാണ്ട് കയ്യിൽ വെക്കുക. ഞാൻ എപ്പോഴും എല്ലാവരും എവിടെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പം എടുക്കാറുണ്ട്. രേവതിയും ശില്പിയാണ് എടുക്കാൻ മറന്നത്. എന്താ അവർ എടുക്കാൻ മറന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ മറക്കാണ്ട് എടുക്കുക കേട്ടോ. അപ്പം 11th ഫ്ലോറിലാണ് നമ്മളെ എല്ലാവരുടെയും റൂം. അപ്പോൾ നമ്മൾ 4 റൂംസാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാനൊക്കെ നല്ല നൈസായിരുന്നു. ഇത് രേവതിൻ്റെ സനോജിൻ്റെ റൂമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സൈത്തിൻ്റെ റൂമാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ റൂമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റിട്ട് നോക്കാം. അപ്പം റൂം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നല്ല വാം ലൈറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെയാണ് നമ്മളെ അതിൽ. അപ്പോൾ നമുക്കിതിൻ്റെ വ്യൂ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ബുർജ് ഖലീഫേൻ്റെ വ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഏത് റൂം, നമ്മൾ ഏതെങ്കിലും റൂമിൽ നമുക്ക് വ്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. അപ്പം നമ്മളെ റൂമിൽ ബുർജ് ഖലീഫിൻ്റെ വ്യൂ ഒന്നും ഞാൻ കണ്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ വാഷ്റൂമൊക്കെ അത്യാവശ്യം നല്ല വാഷ്റൂമായിരുന്നു, നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ബുർജ് ഖലീഫ വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ കോറിഡോറിലാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടെ ഒരു റൂമിലൊക്കെ ഇരുന്ന് ഓരോരുത്തരൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആൻഡ് റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു തീമായിരുന്നു നമ്മളെ ബർത്ത്ഡേ പാർട്ടിക്ക് ഡെക്കറേഷന് വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി നമുക്ക് 12 o'clock കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ശില്പനെ ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത്, മിനിമൽ ഡെക്കറേഷനേ ഉള്ളൂ, ഒരുപാടായിട്ടുള്ള, കാരണം അത്ര സ്പേസല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിയേഴ്സ് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ലായതാണ്. അപ്പം നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ശില്പേനെ അപ്പുറത്തെത്തി നമ്മൾ ഞാനും രേവതിയും ഭാവനയും ഇനിയാരെയും എല്ലാം കൂടെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. റൂമിലധികം നമുക്കങ്ങനെ ഡെക്കറേഷനൊന്നും ചെയ്യാൻ അലൗഡല്ല. അതുകൊണ്ട് നമ്മൾ അധികം സ്റ്റിക്കറും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാണ്ട് മിനിമലായ രീതിയിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 12 മണി കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ശില്പനെ വിളിച്ചിട്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുള്ള ശില്പയ്ക്ക് അറിയാം, പക്ഷേ നമ്മൾ ഡെക്കോർ ഇങ്ങനെ ചെയ്യുന്ന കാര്യം അതൊന്നും ശില്പയ്ക്ക് അറിയില്ല. അപ്പോൾ ശില്പയ്ക്ക് ഒന്ന് സർപ്രൈസ് ആവുമെന്ന് നമ്മൾ വിചാരിക്കാം, ശില്പയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ ഡെക്കറേഷനൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പിൽ നമ്മൾ ചെയ്തെടുത്ത ഡെക്കറേഷൻ. അപ്പം ഈ ഫ്ലവേഴ്സ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു ബ്ലോ ചെയ്യാനൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേയും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അത് കേക്കും എടുത്ത് വെച്ച് ഇവിടെ ഒരു ചെറിയ ടേബിൾ കിട്ടിയതുകൊണ്ട് നമ്മൾ അതിൽ വെച്ച് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഫൈനൽ ഡെക്കറേഷൻ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ശില്പേനെ വിളിക്കണം. അപ്പോൾ 12:11 അപ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. ആ മിററിൻ്റെ ബാക്കിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഷേഡോ കാണാം. അപ്പോൾ 12 മണിയാവാൻ ഒരു 2 മിനിറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ശില്പേനെ വിളിക്കാം. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രി പൂൾ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം 7 to 7 ആണ് ഇവർ പൂൾ അലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഒരു 8 മണിയായപ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് മെല്ലെ പൂളിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ ബിൽഡിങ്ങിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവരുടെ പൂളുള്ളത്. അപ്പോൾ നമ്മളവിടെ നടന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂം നമ്പറൊക്കെ എഴുതി കൊടുത്ത് ഇവർ നമുക്ക് ടവലൊക്കെ തരും. അപ്പോൾ നമ്മൾ റൂം നമ്പറൊക്കെ എഴുതി കൊടുത്ത് ടവലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാം. നല്ല വിശാലമായ പൂളായിരുന്നു കേട്ടോ. പൂള് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ജക്കൂസി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഫീമെയിലിനും മെയിലിനും സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റീം ബാത്തും സോണ ബാത്തും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡ്രയർ, ചേഞ്ചിങ് റൂം, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ പൂള് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ പൂള് കളിച്ചു. പിന്നെ കുറച്ച് നേരം ഇപ്പോഴത്തെ ജക്കൂസിയിൽ വന്ന് കുറച്ച് നേരം കളിച്ചു. എന്തായാലും നല്ലതായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പം കുറേ നേരം നമ്മൾ സ്റ്റീം ബാത്തിൻ്റെ അകത്തും കയറിയിരുന്നു. അപ്പോൾ നമുക്കിനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റീം ബാത്തിനകത്ത് ഇരുന്നിട്ട് എല്ലാവരും നന്നായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. ഹോൾ ബോഡി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാവനയും രേവതിയൊന്നും വേർക്കാറേ ഇല്ല. നമ്മളല്ലാണ്ട് നോർമലി വേർക്കില്ല, അതുപോലെ ഇവർക്ക് വേർക്കാറേ ഇല്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ രണ്ടുപേരും ഇങ്ങനെ വേർത്തിട്ട് കാണുന്നത്. അപ്പം ഹോൾ ബോഡി നമുക്ക് വേർക്കും. അത് കഴിഞ്ഞ് സോനപാത്തിലും കുറച്ച് നേരം കയറി ഇരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് പോകാനായി. കാരണം 12 മണിക്ക് നമുക്ക് ഡ്രസ്സൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ പൂളത്തിനടുത്ത് ബായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പം നമ്മൾ വേഗം വീണ്ടും റൂമിലേക്ക് വന്നു. ഇന്നലെ രാത്രി ഞാൻ കാണിച്ച ബുർജ് ഖലീഫേൻ്റെ വ്യൂ കണ്ടോ? ഇവർ പറഞ്ഞ ആ വ്യൂ ആണ് കാണുന്നത്. ഒരു കുഞ്ഞി വര പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് അതിൽ കറക്റ്റാണ്, വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതെ നമ്മൾ റൂമിലെത്തി. ഇനിയിപ്പോൾ എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എന്തായാലും നമുക്കിനി തിരിച്ച് റിതിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാം. നമ്മളെന്തായാലും റാസൽ ഖൈമയ്ക്ക് ഇപ്പോൾ പോവില്ല, രാത്രിയേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ആദ്യം റെഡി ആവാൻ പോയ ഭാവൻ ഇതുവരെ റെഡിയായി തുടങ്ങിയിട്ടില്ല. അപ്പം
ഭാവനേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഭാവനയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെക്കേറ്റ് ചെയ്യും. ഇവിടെ റൂം ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അതിനകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ലോക്ക് ചെയ്യാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം വീണ്ടും എൻട്രി ചെയ്യാൻ പിന്നെ രണ്ടാമത് പോയി കീ ഒക്കെ ചോദിച്ചാൽ അങ്ങനെ കാരണം നമ്മുടെ ടൈം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇതേ മാഡം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ശില്പേൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വീക്കെൻഡ്, അതുപോലെ ശില്പേൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഞാനും നയരും കൂടെ ലിഫ്റ്റിലൊക്കെ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ടൊക്കെ ചെയ്തു. നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ച് ലിതിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ലിതിൻ്റെ ഫ്ലാറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മളിന്ന് നൈറ്റ് തിരിച്ച് പോകുള്ളൂ. അപ്പം തിരിച്ച് റാസലിലേക്ക് പോകുമ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കില്ല. അപ്പോൾ ഇതോടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്